5 തിരുവോണമാണ് 2025. ഞാനും അമ്മയും മുക്കും മാത്രമല്ലേ ഉള്ളൂ ഇവിടെ. മുക്കും എന്ന് പറഞ്ഞാൽ മുകേഷ് കുമാർ അഡ്വക്കേറ്റ്, രാജസ്ഥാൻ. പിന്നെ വേറെ ഒരവനും ഇവിടെ വരത്തില്ല. പിന്നെ ഈ വടക്കലെ സുബ്രഹ്മണ്യം കുറെ ഡ്രാമയൊക്കെ അവന്റെ മോനെ വെച്ച് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ ഒന്നും ഉണ്ടാക്കാനൊന്നും നോക്കത്തില്ല. അവന്റെ ഇങ്ങോട്ട് പോലും നോക്കത്തില്ല. ഞാൻ അവനെ നോക്കത്തില്ല. ഇവൻ ഈ വഴി കൂടെ പോകുന്നേ ഉള്ളൂ. പിന്നെ അപ്പുറത്തൂടെ വഴി കൂടെ, അല്ലാതെ ഇവനിവിടെ കയറുവോ? ഇവന്റെ വീട്ടിലെങ്കിൽ നമ്മൾ പോകാറുമില്ല. അവൻ കുറെ ഫോണിനകത്ത് നിന്ന് വിളിച്ചിങ്ങനെ ഡ്രാമ ഉണ്ടാക്കും. ഇവൻ ഈ വടക്കലെ സുബ്രഹ്മണ്യം എന്ന് പറയുന്നത് വിളിയൊക്കെ ഇങ്ങനെ ഡ്രാമ ഉണ്ടാക്കലാ പരിപാടി. അവനവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കട്ടെ. ഇതിന്റെ സൂചി കുത്താൻ സ്ഥലം ഇവന് കൊടുക്കത്തില്ല. നമ്മള് ഇവനെന്നല്ല ആർക്കും കൊടുക്കത്തില്ല. ഇനിയും വേണമെന്നുള്ളതിന് ഒറ്റ വിധത്തിൽ സൂചി കുത്താൻ സ്ഥലം കൊടുക്കത്തില്ല. അത് എന്റെ വകയും കൂടെ ഉണ്ട്. കൊടുക്കത്തില്ല. ഞാനും കൂടെ കൊടുത്തെങ്കിലല്ലേ ഒക്കത്തുള്ളൂ. ഞാൻ കൊടുക്കത്തില്ല. എന്റെ അമ്മയുടെ കാലശേഷമാണ് എനിക്ക്. ഞങ്ങൾക്ക് ഇത് കൊടുക്കാനുള്ളതല്ല. ഇത് എന്റെ അച്ഛന്റെ വകയാണ്. മലപ്പുറത്തു നിന്ന് വന്നത് എനിക്കൊന്നും കൊടുക്കാനുള്ളതൊന്നുമല്ല. ഇത് ഒരവനും കൊടുക്കാനുള്ളതല്ല. ഈ നാട്ടിലെ ചെണ്ടിക്ക് അങ്ങനെ കൊടുക്കത്തില്ല. ഒരവനും കൊടുക്കാനുള്ളതല്ല ഇത്. ഇതാരും ഇനിയൊന്നും ആർക്കും ചീറ്റ് കൊടുക്കത്തില്ല. ഇത് നമുക്ക് നമ്മുടെ സ്ഥലം. ഞാൻ വളരെ കഷ്ടപ്പെട്ട് വാങ്ങിച്ചു. എന്നെ കൊണ്ട് അവൻ കള്ളക്കേസ് കൊടുത്ത് എൻ്റെ എത്ര ലക്ഷം രൂപ ചിലവായി കേസിന് വേണ്ടി. എനിക്ക് അത് എനിക്ക് അറിയത്തുള്ളൂ. പിന്നെ ലക്ഷം മാത്രമാണോ നമ്മളെ എന്തെല്ലാം ഇവൻ ചെയ്ത് കല്ലെറിയല് പരിപാടി നടത്തി. ഞാൻ അങ്ങോട്ട് പാടിക്കോട്ട് ഇറങ്ങുമ്പോൾ അവൻ എൻ്റെ പുറത്തൊക്കെ ആയിരുന്നു കല്ലെടുത്തെറിയുന്നത്. ഞാൻ നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. അവനെ നമ്മള് കോളേജിൽ പഠിക്കുമ്പോഴേ ഉള്ള സത്യം പറയും. നമ്മള് എന്തുവാ സമരമായിരിക്കണേന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്നത് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ. കാരണം ഇവിടെ വന്നിരിക്കാമല്ലോ. നമ്മൾ കോളേജിലൊന്നും കേട്ട് പഠിച്ചൊന്നും അല്ല മാർക്ക് വാങ്ങിച്ചത് കേട്ടോ. ഇവന്റെ ശല്യം, കുറെ എണ്ണത്തിന്റെ ശല്യം. പോച്ചലെ സോമരാജനും മോഹൻ സിംഗും അവന്റെ ചേട്ടൻ വീരേന്ദ്ര സിംഗും ഒക്കെ കുറെ ഗുസ്തി എടുത്തത് അല്ലയോ അമ്മേ. ഇവിടെ കേസോട് കേസല്ലായിരുന്നു ഇവിടെ. ഇവനും കാണാൻ നമ്മുടെ വല്ല ബന്ധുക്കൾ വന്നു ഇവനൊക്കെ. ഇവനൊന്നും ഇവിടെ ഒന്നും കയറാനുള്ള ഒരു അവകാശമില്ല. കുറെ എന്റെ അടുക്കലും ഇതുപോലെ കല്ലെടുത്തെറിഞ്ഞു 2020. ഇവനും കുറെ ഇവിടോട്ട് കല്ലെറിയുമായിരുന്നു ഇവന്റെ ജോലി. ഇവന്റെ മോനെയും കൊണ്ട് ഇങ്ങനെ ഡ്രാമ ഉണ്ടാക്കി വെച്ചു. ഇവന്റെ മോൻ ഇവിടെ എന്റെ അടുക്ക വരുന്നായിരുന്നു ഡ്രാമ മുഴുവൻ. എന്റെ എനിക്ക് ഇഷ്ടമല്ല. അവനെ കാലുമുട്ടിയാൻ അവൻ ചോണയുള്ള അപ്പന്റെ മോനാണ് ഇങ്ങോട്ട് കയറി നോക്കാം. അവന്റെ കാലിന്റെ മുട്ടിന്റെ താഴെ കാണത്തില്ല. അവന്റെ വെട്ടിയാണ് അവിടെ ഇടും. വെട്ടി ഇവനെ ഇവിടെ എടുത്തിട്ട് പോലീസിനെ നോക്കത്തില്ല. അവന്റെ ഡ്രാമയൊന്നും ഇവിടെ നടത്തത്തില്ല. ഇനി അവന്റെ തന്ത എന്തൊക്കെ ആയാലും അവനിവിടെ നോക്കത്തില്ല. അവനും നോക്കത്തില്ല. അല്ല ഇനി തന്ത നോക്കിപ്പിക്കാൻ ശ്രമിച്ചു ഇവിടെ നടക്കത്തില്ല. ഇവിടെ നോക്കേണ്ട കാര്യം എന്തുവാ? അവന്റെ ആരാ നമ്മള് അവൻ കണിയാൻ നമ്മുടെ ആരാണല്ലോ ഒന്നാമത്തെ ഈഴവര്. നമ്മൾ കണിയാന്മാരെ കൊണ്ടാണ് കല്യാണം കഴിപ്പിക്കുന്നത്. ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. രാജസ്ഥാനിൽ നിന്നുള്ള മുക്കും ഞാൻ പഠിച്ചത് തന്നെ. എന്തുവാ ഇവിടെ വേണ്ട ഇരിക്കും ഇങ്ങനെ. അല്ലാതെ കണ്ടടമൊന്നും നിരങ്ങാൻ ഇങ്ങനെ പോകുന്നില്ല. ഇങ്ങനെ നിരങ്ങിയും കള്ളു കുടിച്ചൊന്നും നടക്കുന്നവനല്ല. ഇങ്ങനെ ഇവന്റെ കൂട്ട് ഇങ്ങനെ 10 വീടും കയറി ഇങ്ങനെ നടക്കുന്ന ഒന്നുമല്ല. എങ്ങാണ്ട് തെമ്മാടി. ഇവനിങ്ങനെ നമ്മുടെ വസ്തുവും വകയെ അടിച്ചെടുക്കാൻ ഇവൻ കുറെ ഇങ്ങനെ നടക്കുക. ഇത് എന്റെ പേരിലുള്ള. ഞാൻ ഒരു ബില്ലും ആർക്കും എഴുതിയിട്ടില്ല. അമ്മയ്ക്ക് അറിയാമല്ലോ. കഥകളും ഒക്കെ ഉണ്ട്. വില്ല് കൂല്ല് എന്നൊക്കെ പറഞ്ഞോണ്ട് കുറെ കഥയുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കത്തില്ല. അതൊന്നും ഞാൻ ജീവിച്ചാൽ നടന്ന കാലം നടക്കത്തില്ല. അത് കഴിഞ്ഞാലും നടക്കത്തില്ല. ഒട്ടും നടക്കത്തില്ല. എന്നാ പിന്നെ എന്തുവാ? പിന്നെ നമ്മളതേ പറ്റി പറയുന്നത്.